നമസ്കാരം. നല്ല ഇടയന് പിട. ചരിത്രം തിരുത്തിക്കുറിച്ചാണ് 2013 മാർച്ച് 13 അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ നിന്നുള്ള കർദിനാൾ മാരിയോ ബെർഗോളിയോ കത്തോലിക്ക സഭയുടെ 266ാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ റെക്കോർഡുകളുടെ മാർപ്പാപ്പയായി അദ്ദേഹം മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായിരുന്നു പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നറിയപ്പെട്ട മാരിയോ ബൽഗേറിയോ. 1272 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു യൂറോപ്പിന് പുറത്തു നിന്നൊരാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ക്രിസ്തുവിന്റെ പീഡനാനുഭവ തിരുനാളും ഉത്ഥാനവും അനുസ്മരിച്ച് ഈസ്റ്റർ സന്ദേശം നൽകിയാണ് പാപ്പ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളും മാനവികതയുടെ പ്രത്യാശയായി മാറി. യുദ്ധം അവസാനിപ്പിക്കാനും ലോക സമാധാനത്തിന് ആഹ്വാനം ചെയ്ത ശേഷമാണ് മാർപ്പാപ്പ ഈ ലോകത്തിൽ നിന്ന് മടങ്ങിയത്. ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് 16 മാർപ്പാപ്പ 2013 ഫെബ്രുവരി 28 രാജിവെച്ചതിനെ തുടർന്നാണ് കർദിനാൾ ഹോർഹെ മാരിയോ ബെർഗോളിയോ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ബ്യൂണസ് ഐറസിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഹോർഹെ മാരിയോ ബെർഗോളിയോ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു. അന്ന് 78 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 2001 അദ്ദേഹം കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് 2001 ബെർഗോളിയോയെ വത്തിക്കാനിലേക്ക് കൊണ്ടുവരുന്നത്. കർദിനാൾ എന്ന നിലയിൽ ഒട്ടേറെ ഭരണപരമായ ചുമതലകൾ വഹിച്ച അദ്ദേഹം തീർത്തും വ്യത്യസ്തനായിരുന്നു. വിനയാന്വിതനായ പെരുമാറ്റം, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്നിവയും കർദിനാൾ എന്ന നിലയിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. ആഡംബര വാഹനം ഒഴിവാക്കി പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രകൾ. ഭക്ഷണം സ്വയം പാചകം ചെയ്യുന്നതായിരുന്നു അക്കാലത്ത് അദ്ദേഹത്തിന്റെ രീതി. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ റെയിൽവേ തൊഴിലാളിയായ മരിയോ ജോസ് ബെർഗോളിയോയുടെയും സാധാരണക്കാരിയായ വീട്ടമ്മ മറിയ സിവോറയുടെയും 5 മക്കളിൽ ഒരാളായി ജനനം. ഇറ്റലിയിൽ നിന്നും കുടിയേറിയ ഒരു മധ്യവർഗ കുടുംബമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. സാധാരണ കുടുംബത്തിൽ ജനിച്ച് അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞും ഇടപഴകിയും വളർന്നതിനാൽ താഴേക്കിടയിലുള്ളവർക്ക് അദ്ദേഹം പ്രത്യേകം പരിഗണന നൽകിയിരുന്നു. എല്ലായ്പ്പോഴും ശാന്തനും പ്രസന്നവദനുമായിരുന്നു അദ്ദേഹം. ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന്. അണുബാധയെ തുടർന്ന് ശ്വാസകോശങ്ങളിലൊന്ന് നീക്കം ചെയ്ത് 10 വർഷത്തിന് ശേഷം 32-ാം വയസ്സിലാണ് അദ്ദേഹം വൈദിക പട്ടം ഏറ്റെടുക്കുന്നത്. താമസിച്ചാണ് പുരോഹിത പദവിയിൽ എത്തിയതെങ്കിലും 4 വർഷത്തിനുള്ളിൽ അർജന്റീനയിലെ ജെസ്യൂട്ട് സഭയുടെ പ്രൊവിൻഷ്യലായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 1973 മുതൽ 79 വരെ പ്രൊവിൻഷ്യൽ സ്ഥാനം അലങ്കരിച്ചു. 1992 ബ്യൂണസ് ഐറസിൽ സഹായ മെത്രാനും 98 ആർച്ച് ബിഷപ്പുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2001 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ബെർഗോളിയോയെ കർദിനാൾ സ്ഥാനത്ത് അവരോധിച്ചു. കർദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം തന്റെ മുൻഗാമികൾ അനുഭവിച്ചു വന്നിരുന്ന പല സുഖസൗകര്യങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നു. പ്രദേശത്തെ ചേരികൾ സന്ദർശിക്കുന്നതിലും അവരെ സഹായിക്കുന്നതിലും അദ്ദേഹം ഏറെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് അദ്ദേഹം അഭിമുഖങ്ങൾ നൽകിയിരുന്നില്ല. പ്രസംഗവേദികളോടും ഭ്രമമില്ല. തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും വിമർശകരോട് ശണ്ട കൂടാറില്ല. ഫ്രാൻസിസ് പാപ്പയുടെ വിനയവും ഏറെ പ്രസിദ്ധമായിരുന്നു. 2001 കർദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തനിക്കൊപ്പം ആഹ്ലാദം പങ്കിടാൻ റോമിലേക്ക് പറക്കാനൊരുങ്ങിയ 100 കണക്കിന് അർജന്റീനക്കാരെ തടഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അത് എന്താണെന്നല്ലേ? റോം യാത്രയ്ക്ക് ചെലവാക്കുന്ന വിമാനക്കൂലി നിങ്ങൾ പാവങ്ങൾക്ക് നൽകുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ സന്തോഷം. സാമ്പത്തിക മാന്ദ്യം പിടിച്ചുമുറുക്കിയ 2002 അർജന്റീനയിലെ സാധാരണക്കാർക്ക് വേണ്ടി സർക്കാരിനും രാഷ്ട്രീയക്കാർക്കും എതിരെ അദ്ദേഹം പൊരുതി. പേര് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ തന്റെ വഴികൾ വ്യത്യസ്തമാണെന്ന് പുതിയ പാപ്പ ലോകത്തിന് വെളിപ്പെടുത്തി. കത്തോലിക്ക സഭയുടെ 2000-ലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിക്കുന്നത്. പാവങ്ങളുടെ പുണ്യാളൻ എന്നറിയപ്പെടുന്ന അസീസിയയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് തിരഞ്ഞെടുത്തതിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. ഫ്രാൻസിസ്കൻ സഭാസ്ഥാപകനായ താമസ ശ്രേഷ്ഠന്റെ പേര് സ്വീകരിക്കും വഴി കർദിനാൾ മാരിയോ ബെർഗോളിയോ ഇറ്റലിയുടെ ഹൃദയമാണ് കവർന്നത്. ദരിദ്രരോടും സകല ജീവജാലങ്ങളോടുമുള്ള സ്നേഹത്തിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധനാണ് അസീസിയിലെ ഫ്രാൻസിസ്. ഉന്നത കുലജാതനായിട്ടും സമ്പത്തിന്റെ മടിത്തട്ടിൽ അഭിരമിച്ചിട്ടും ഇതെല്ലാം ക്രിസ്തുവിനോട് മനുഷ്യരോടുമുള്ള സ്നേഹത്തെ പ്രതി ഉപേക്ഷിച്ച്
ദാരിദ്ര്യം വ്രതമായെടുത്തപ്പോൾ അവസാനത്തെ ഉടുതുണി പോലും തെരുവിലെ ദരിദ്രന് കൊടുത്തയാൾ. അങ്ങനെയുള്ള വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ദരിദ്രരുടെ പക്ഷത്ത് നിന്ന് സഭയെ മുന്നോട്ട് നയിച്ചു. മറ്റ് മതങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചും പോപ്പിന് വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു. മനുഷ്യരെ മറന്നുകൊണ്ട് ദൈവവുമായുള്ള ബന്ധം സാധ്യമാകില്ലെന്ന് വ്യക്തമാക്കുന്ന ഫ്രാൻസിസ് പാപ്പയിൽ ലോകം പുതിയൊരു മാതൃകയാണ് കണ്ടത്. ഗർഭചിത്രം, സ്വവർഗാനുരാഗം, സ്ത്രീ പൗരോഹിത്വം, വൈദിക ബ്രഹ്മചര്യം, കൃത്രിമ ജനന നിയന്ത്രണം മുതലായ വിഷയങ്ങളിൽ സഭയിലെ പരിഷ്കരണവാദികളുടെ മറുചേരിയിലാണ് പോപ്പിന്റെ സ്ഥാനം. സ്വവർഗരതിയെ കുറ്റകരമാക്കുന്ന നിയമങ്ങളെ അനീതി എന്ന് വിമർശിച്ച പോപ്പ് ഫ്രാൻസിസ് ദൈവം തന്റെ എല്ലാ മക്കളെയും സ്നേഹിക്കുന്നുവെന്നും സ്വവർഗരതിയായവരെ സഭയിലേക്ക് സ്വാഗതം ചെയ്യാൻ കത്തോലിക്ക ബിഷപ്പുമാരോട് ആഹ്വാനവും ചെയ്തു. ക്രൈസ്തവർ ചെയ്യുന്ന കരുണ പ്രവർത്തനങ്ങളിൽ പ്രകൃതിയുടെ സംരക്ഷണം കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു പതിറ്റാണ്ട് പിന്നിട്ടപ്പോഴേക്കും സഭയെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പാപ്പയ്ക്ക് സാധിച്ചു. ജീവിതത്തിൽ ആഡംബരങ്ങൾ ഒഴിവാക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ മരണത്തിലും ലാളിത്യം ആഗ്രഹിച്ചിരുന്നു. സൈപ്രസ്, ഓക്ക്, വാഗമരത്തടികൾ കൊണ്ട് നിർമ്മിച്ച 3 പെട്ടികൾക്കുള്ളിലായി മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്ന ആചാരത്തിന് പകരം തനിക്ക് സാധാരണ തടിപ്പെട്ടി മതിയെന്ന് അദ്ദേഹം നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ദീർഘമായ പൊതുദർശനം, നീണ്ട അന്ത്യോപചാര ചടങ്ങുകൾ ഇവയൊന്നും വേണ്ടെന്ന് നിർദ്ദേശത്തിലുണ്ട്. മുൻ പാപ്പമാരെ അടക്കം ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് പകരം റോമിലെ സെന്റ് മേരീസ് മേജർ പള്ളിയിൽ അടക്കിയാൽ മതിയെന്നും നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. മാർപ്പാപ്പയെ ജനങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കാൻ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.